ചെത്തല്ലൂർ, തച്ചനാട്ടുകര, അലനല്ലൂർ, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തുകൾക്കായുള്ള 66 ലക്ഷം ലിറ്റർ ഭൂതല ജലസംഭരണിയുടെ നിർമ്മാണോദ്ഘാടനം തച്ചനാട്ടുകര കൊടക്കാട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വെള്ളം അല്പം കുറയുന്ന വേനൽക്കാലമാകുമ്പോൾ പുഴകളിലും തോണിലൊക്കെ അതിൻ്റെ ജോലി കുത്തി വെള്ളമെടുത്ത് അലക്കും കുടിയൊക്കെ അവിടെയാക്കും. കുടിവെള്ളത്തെ കിണറിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു പരമ്പരാഗതമായി നമ്മൾ തുടർന്നത്. ഇന്ന് അവിടെ ഓലി കുത്തിയ വെള്ളം കിട്ടായില്ലാതായിരുന്നു. മണ്ണ് എത്രയും ചെടിയെല്ലാം വന്ന് നമ്മുടെ ഡാമുകളിലും ജലസംഭരണികളിലും അതോടൊപ്പം നദികളിലും പുഴകളിലും ഒക്കെ നമ്മുടെ കപ്പാസിറ്റിയും കുറഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് ഈ സുന്ദരമായ പദ്ധതി നല്ല നിലയിൽ നടത്താമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കതിൽ വിജയം കണ്ടെത്താൻ കഴിയും. ചില പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് വളരെ പിറകിലാണ് നമ്മൾ നടത്തി വരുന്നുണ്ടെന്നൊക്കെ സംശയം ഒരാശങ്കയ്ക്ക് കഴിയില്ല. നമ്മൾ തുടങ്ങുന്ന സമയത്ത് 23% കേരളത്തിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കിയിട്ടുള്ളൂ. എന്നാൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 50-55% ആ ഘട്ടത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞിരുന്നു. അവർക്ക് പണ്ടേ ഇത്തരത്തിലുള്ള കുടിവെള്ളക്ഷാമവും ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇത്തരം പ്രോജക്റ്റുകൾ അവർ പഴയ കാലത്ത് തന്നെ ആരംഭിച്ചു. അപ്പോൾ ഇതിനെ ദേശീയ തലത്തിൽ അവലോകനം നടക്കുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ധാരണ 23% ആയത് നമ്മളിപ്പോൾ 52% കഴിയും. ഇത് ഇന്ത്യ ഗവൺമെൻറ് രക്ഷയുടെ കണക്കാണ്. കഴിഞ്ഞ 2 വർഷത്തിൽ സംസ്ഥാനത്ത് 18 ലക്ഷത്തോളം ഗ്രാമീണ ഗാർഹിക കണക്ഷനുകൾ നൽകാനായി. ശേഷിക്കുന്ന കണക്ഷനുകൾ അടുത്ത 2 വർഷത്തിൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തടസ്സങ്ങളില്ലാതാക്കി കാര്യക്ഷമമായ നേട്ടം കൈവരിക്കാൻ നമുക്കാകുന്നുണ്ട്. കൂട്ടായ സഹകരണത്തോടെ സമയബന്ധിതമായി ഭൂതല ജലസംഭരണിയുടെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലുള്ള തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിനും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലുള്ള അലനല്ലൂർ, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തുകൾക്കും വേണ്ടിയാണ് ഭൂതല ജലസംഭരണി നിർമ്മിക്കുന്നത്. കുന്തിപ്പുഴ മുറിയൻകണ്ണിക്കടവ് സ്രോതസ്സായിട്ടുള്ള പദ്ധതി പ്രകാരം 2050 പ്രതീക്ഷിത ജനസംഖ്യയായ 1,61,542 പേർക്ക് പ്രതിദിനം ആളോഹരി 100 ലിറ്റർ ശുദ്ധജലം ലഭ്യമാകും. തച്ചനാട്ടുകര നാട്ടുകല്ലിൽ ഭൂതജല സംഭരണി നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്ത് പ്രവൃത്തികൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. എൻ ഷംസുദ്ദീൻ MLA, സംസ്ഥാന വാട്ടർ അതോറിറ്റി അംഗം ജോസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ, കോട്ടപ്പാടം തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസീന അക്കര, KPM സലീം, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, CP സുബേർ, P മൻസൂർ അലി, EM നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു ജനപ്രതിനിധികളും നാട്ടുകാരും പരിപാടിയിൽ സംബന്ധിച്ചു. CCN ചെത്തല്ലൂർ.